എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി 107 സങ്കീർത്തനം 6 വാക്യം. സങ്കീർത്തനം 107:6. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം കൂടെ നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്നു. വിടുതൽ നൽകുന്ന ദൈവം. ഹോളിവുഡിലെ ഒരു പ്രശസ്ത സിനിമാ താരത്തിൻ്റെ സാക്ഷ്യം ഇങ്ങനെയാണ്. ഹെലൻ ഹെയ്സ് എന്ന ആ വനിത പ്രശസ്തിയുടെ ഉച്ചകോടിയിൽ എത്തി നിൽക്കുന്ന അവസ്ഥ. പണവും പ്രസിദ്ധിയും സ്വാധീനവുമൊക്കെ വേണ്ടുവോളമുണ്ട്. ബാല്യത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നെങ്കിലും ഈ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ദൈവത്തിൽ നിന്നകന്ന് ഭൗതികതയിൽ മുങ്ങി ജീവിക്കാൻ തുടങ്ങി. വിവാഹബന്ധം വേർപെട്ടു. ഒരേ ഒരു മകൾ ഉണ്ടായിരുന്നു. ആ മകളാണ് ആകെയുള്ള ഒരു പ്രത്യാശ. ആ കുട്ടി ഒരു കാർ അപകടത്തിൽ ദാരുണമായി മരണമടഞ്ഞു. അതോടുകൂടി എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിരാശ നിറഞ്ഞ അനുഭവത്തിലേക്ക് ഈ സ്ത്രീ കടന്നുപോയി. ഉറക്കമില്ലാതെ അസ്വസ്ഥ ഹൃദയത്തോടെ കഴിഞ്ഞ ഒരു രാത്രിയിൽ മേശപ്പുറത്ത് ഒരലങ്കാര വസ്തുവായി മാത്രം വെച്ചിരുന്ന വേദപുസ്തകം കയ്യിലെടുത്ത് നിവർത്തി വായിച്ചു. അപ്പോൾ കണ്ണ് ഉടക്കിയത് 107 സങ്കീർത്തനത്തിലായിരുന്നു. വായിച്ച് മുന്നേറിയപ്പോൾ പ്രത്യാശ നൽകുന്ന വാക്കുകൾ അതിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം അനുഭവം അതിൽ പ്രതിഫലിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നി. വിവിധ യാതനകളിൽ കൂടി കഴിയുന്നവരുടെ ചിത്രങ്ങളാണ് ഈ 107 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. 4 പ്രാവശ്യം ആവർത്തിച്ച് വരുന്ന വാക്യമാണ് ഇന്ന് നമ്മൾ വായിച്ചത്. അവർ തങ്ങളുടെ കഷ്ടതകളിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. 6 വാക്യം, 13 വാക്യം, 19 വാക്യം, 28 വാക്യത്തിലും ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നു. അതായത് കഷ്ടതകളിലും ഞെരുക്കങ്ങളിലും മനുഷ്യൻ ദൈവത്തോട് നിലവിളിക്കുന്നു. ദൈവം അവരുടെ നിലവിളി കേട്ട് ഉദ്ധാരണം നൽകുന്നു. അങ്ങനെ ഉദ്ധാരണവും വിടുതലും ലഭിക്കുമ്പോൾ മനുഷ്യർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നും സങ്കീർത്തനക്കാരൻ കൂട്ടിച്ചേർക്കുന്നു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഇതും 4 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. 8 വാക്യത്തിലും 15, 21, 31 എന്നീ വാക്യങ്ങളിൽ. ഈ 4 പ്രസ്താവനകളുടെയും ഇടയിൽ 4 വാക്മയ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു. പ്രതിസന്ധിയിലും വൈഷമ്യത്തിലും യാതനയിലും ഉഴലുന്ന മനുഷ്യൻ്റെ 4 ചിത്രങ്ങളാണ്. അവ ഒരു സ്ക്രീനിൽ എന്ന പോലെ മാറി മാറി വരുന്നു. ഈ 4 ചിത്രങ്ങളും അന്നത്തെ മനുഷ്യരുടെ ചിത്രം മാത്രമല്ല, ഇന്നുള്ളവരുടേത് കൂടിയാണ്. പലസ്തീനിൽ ഉണ്ടായിരുന്നവരുടെ അനുഭവം മാത്രമല്ല, എവിടെയും ഉള്ള മനുഷ്യരുടെ ചിത്രമാണ്. ഒരു പക്ഷേ അത് നമ്മുടെ ചിത്രം തന്നെ ആയിരിക്കാം. ഒന്നാമത്, മരുഭൂമിയിൽ വഴി തെറ്റി ഉഴലുന്ന മനുഷ്യൻ്റെ ചിത്രം. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചുമിരുന്നു. അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. 4-5 വാക്യങ്ങളിൽ വായിക്കുന്നു. രണ്ടാമത്തെ ചിത്രം, ഇരുട്ടറയിൽ കൈകാലുകൾ ബന്ധിച്ചിട്ടിരിക്കുന്ന അസ്വാതന്ത്ര്യനായ ഒരു മനുഷ്യൻ്റെ ദാരുണമായ ചിത്രം. ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിക്കുകയും
അത്യുന്നതൻ്റെ ആലോചനകളെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുട്ടിലും അന്ധതമസിലും ഇരുന്നു അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ. 10ഉം 11ഉം വാക്യങ്ങൾ. മൂന്നാമത്തേത്, രോഗബാധിതനായി ഭക്ഷണത്തോട് വെറുപ്പും അറപ്പും പ്രകടിപ്പിച്ച് മരണാസന്നനായി കഴിയുന്ന ഹതഭാഗ്യൻ്റെ ചിത്രം. ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ മരണവാതിലുകളോട് സമീപിച്ചിരിക്കുന്നു. 17-18 വാക്യങ്ങൾ. നാലാമത്തേത്, ആകസ്മികമായി കടൽക്ഷോഭത്തിലകപ്പെട്ട് ആടി ഉലയുന്ന കപ്പൽ യാത്രക്കാരൻ്റെ ചിത്രമാണ്. കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ, പെരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ, അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു. അവൻ കൽപ്പിച്ചു, കൊടുങ്കാറ്റടിപ്പിച്ചു, അത് അതിലെ തിരകളെ പൊങ്ങുമാറാക്കി. അവർ ആകാശത്തിലേക്ക് ഉയർന്നു, വീണ്ടും ആഴത്തിലേക്ക് താണു. അവരുടെ പ്രാണൻ കഷ്ടത്താൽ ഉരുകിപ്പോയി. അവർ മത്തനെ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു. അവരുടെ ബുദ്ധി പൊയ്പോയിരുന്നു. 25ഉം 27ഉം വാക്യങ്ങൾ. നമുക്ക് ഈ 4 ചിത്രങ്ങളും ഒരു സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുമ്പോൾ നമ്മിൽ പലരുടെയും അനുഭവം ഇവയിൽ ഏതെങ്കിലും ഒരു ചിത്രത്തിൽ പ്രതിഫലിക്കുന്നുണ്ടാവാം. ഒന്നാമത്തെ ചിത്രം മരുഭൂമിയിലെ യാത്രികൻ്റേതാണ്. സീനായി മരുഭൂമിയും യഹൂദ മരുഭൂമിയും എല്ലാം കാണുകയും അവിടെ യാത്ര നടത്തുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ മരുഭൂമിയുടെ ഭീകരതയും അവിടെ നേരിടുന്ന പ്രശ്നങ്ങളുമൊക്കെ വ്യക്തമായി മനസ്സിലാകും. ചുട്ടുപൊള്ളുന്ന ചൂടും ആഞ്ഞടിക്കുന്ന മണൽക്കാറ്റും ദുർവഹങ്ങളാണ്. നീണ്ട് വിസ്തൃതമായി കിടക്കുന്ന ഭൂവിഭാഗത്തിൻ്റെ അതിർത്തി ചക്രവാളം മാത്രമാണ്. ഇന്നുള്ള വഴിത്താര നാളെ അവിടെ ഉണ്ടാവില്ല. ദിശാബോധം ലഭിക്കത്തക്ക അടയാളങ്ങളൊന്നും കാണില്ല. മരുഭൂമിയിലെ യാത്രക്കാരൻ ആരെയാണ് സൂചിപ്പിക്കുന്നത്? ലക്ഷ്യമില്ലാതെയും ദിശാബോധം തെറ്റി ജീവിക്കുന്നവരെയും ഈ ഒരു ചിത്രം സൂചിപ്പിക്കുന്നു. Many are lost in the wilderness of existence. They cannot find their way to the city of their souls. ആത്യന്തികമായി എവിടേക്ക് നീങ്ങുന്നു എന്ന ചോദ്യത്തിനുത്തരമില്ല. ദിനരാത്രങ്ങൾ ഇരുട്ടി വെളുപ്പിക്കുന്നു. ഉണ്ടും ഉറങ്ങിയും ജീവിക്കുന്നു. ദാരുണമായ അവസ്ഥയാണ്. മരുഭൂമിയിലെ യാത്രക്കാരൻ ജീവിതത്തിൻ്റെ മറ്റൊരു ദുസ്ഥിതി വെളിപ്പെടുത്തുന്നു. ഏകാന്തത. മനുഷ്യ സംസർഗം സാധ്യമല്ല. കാരണം മരുഭൂമി വിജനമാണ്. ഇന്ന് ഏകാന്തത അനുഭവിക്കുന്നവർ വർദ്ധിച്ചു വരുന്നു. ജനപ്പെരുപ്പത്തിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ടവരായി കഴിയാൻ വിധിക്കപ്പെട്ടവർ, സ്നേഹിക്കുവാനോ സ്നേഹിക്കപ്പെടുവാനോ ആരുമില്ലാത്ത ദയനീയമായ അവസ്ഥ. മരുഭൂമിയിലെ യാത്രക്കാരൻ വിശന്നും ദാഹിച്ചും വലയുന്നവനാണ്. കരുതിയിട്ടുള്ള ഭക്ഷണം തീർന്നു പോയാൽ അത് ഏറെ സങ്കടകരം. പൈതാഹം കൊണ്ട് വിവശരായി മരണമടയുന്നവർ ധാരാളം. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യമില്ല, എന്നാൽ വെള്ളത്തിൻ്റെ കാര്യം പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആത്മീയ ദാഹവും വിശപ്പുള്ളവർ ഇന്ന് ധാരാളമുണ്ട്. ഭൗതികത്വവും ജഡാസക്തിയും ഉളവാക്കിയിട്ടുള്ള വരൾച്ചയാണ് അതിന് കാരണം. സങ്കീർത്തനക്കാരൻ മറ്റൊരു ഭാഗത്ത് പറയുന്നു, ദാഹിച്ചും വരണ്ടും വെള്ളത്തിനായി ആഗ്രഹിച്ചിരിക്കുന്ന ഭൂമി പോലെ എൻ്റെ ആത്മാവ് നിന്നെക്കുറിച്ച് ദാഹിക്കുന്നു. ഇങ്ങനെ മരുഭൂമിയുടെ ദുസ്ഥിതിയിൽ കഴിയുന്നവർ ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ ഉത്തരമാണ് 6-ാം വാക്യം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. നമുക്ക് കരണീയമായിട്ടുള്ളത്
നിറഞ്ഞ പ്രതീക്ഷയോടും ഉറച്ച വിശ്വാസത്തോടും കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിക്കുകയാണ്. ഉറപ്പായി പറയുന്നു, അവൻ അവരെ വിടുവിച്ചു. ഈ വിടുതലിനായി നാം നിലവിളിക്കേണ്ടതുണ്ട്. ഇന്ന് ദൈവം മുൻപാകെയുള്ള നിലവിളികളൊക്കെ അന്യമായി പോയിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് നമ്മുടെ ഇടുക്കങ്ങളിൽ നിന്ന് കരകയറാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ആയുസ്സിനോട് കൂട്ടിച്ചേർത്തല്ലോ. നന്ദിയോടെ സ്തോത്രം. പലപ്പോഴും ഒറ്റപ്പെടലിലും ഇടുക്കങ്ങളിലും അകപ്പെട്ട് നിരാശരായി പോകുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടുക്കങ്ങളിൽ ഞങ്ങൾക്ക് വിശാലത വരുത്തണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവം തമ്പുരാൻ്റെ കരുണ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും യാത്രകളിലും ജോലി സംബന്ധമായ ഇടങ്ങളിലും ദൈവം തമ്പുരാൻ്റെ കരുതലും സാന്നിധ്യവും അനുഭവിപ്പാൻ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ പുതിയ നാളുകൾ ദാനമായി നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.